ഗൈസ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് മോണിറ്റേഷൻ കിട്ടാനുള്ള എളുപ്പ വഴിയാണ് എൻ്റെ ഇന്നത്തെ ഒരു വിഷയം. പലർക്കും അറിയാം, 1000 സബ്സ്ക്രൈബർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അടുത്ത വരുന്ന ടാസ്ക് എന്ന് പറയുന്നത് 3000 വാച്ച് അവർ അല്ലെങ്കിൽ 3 ലക്ഷം വ്യൂസ് ആയിരിക്കും. അതല്ലെങ്കിൽ 4000 വാച്ച് അവർ അല്ലെങ്കിൽ 100 ലക്ഷം വ്യൂസ്, ഷോർട്ട് പബ്ലിക് വ്യൂസ് ആണ്. അപ്പോൾ എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് വലുതായിട്ട് ഡീറ്റെയിലായിട്ടൊന്നും അറിഞ്ഞൂടെങ്കിലും എളുപ്പത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. സംഭവം എന്ന് വെച്ചാൽ നമ്മൾ 1000 സബ്സ്ക്രൈബർ ഉണ്ടാക്കുന്നത് ഷോർട്സിലൂടെ ആയിരിക്കും. ലോങ് വീഡിയോയിലൂടെ അധികം ആർക്കും കിട്ടിക്കാണത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് കിട്ടിയത് മൊത്തം ഷോർട്സിലൂടെയാണ് 1000 കടന്ന് കിട്ടിയത്. പക്ഷേ എനിക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ഇല്ല. കംപ്ലീറ്റ് എന്ന് വെച്ചാൽ എനിക്ക് വാച്ച് അവർ കയറി വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ഇപ്പോഴേ നേരത്തെ വാച്ച് അവർ എന്ന് പറഞ്ഞാൽ ഒട്ടും ഇല്ലാത്ത ഒരവസ്ഥയായിരുന്നു. ഇപ്പം ഞാൻ ഒരു യൂട്യൂബിനെ കുറിച്ചുള്ള വീഡിയോസൊക്കെ ഡെയിലി ഇരുന്ന് കാണുമായിരുന്നു. അതിൽ നിന്നാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ യൂട്യൂബ് ഷോർട്സിലെ വ്യൂവേഴ്സൊന്നും വാച്ച് അവറൊന്നും കംപ്ലീറ്റ് ആയിട്ട് നോക്കത്തില്ല. അതേസമയം എനിക്കറിയാവുന്ന കാര്യമാണ് പറയുന്നത്. കാരണം അതാണ് ഒരു ടെൻഷനും പേടിയൊക്കെ ഉള്ളത്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഈ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നത്. ഞാൻ വീഡിയോ ചെയ്യാത്ത ഒരാളാണ്. അതിൻ്റെ ഒരു ടെൻഷനും വെപ്രാളമൊക്കെ എനിക്ക് ഉണ്ടാകും. കാരണം ഇങ്ങനെ വീഡിയോ എടുക്കണം എന്നുള്ളൊരു ഐഡിയ എനിക്കില്ല. അപ്പോൾ എനിക്കറിയാവുന്നൊരു കാര്യം ഞാൻ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചു. നമ്മൾ സാധാരണയായിട്ട് വീഡിയോ ചെയ്യുമ്പോൾ ഷോർട്സ് ആയിരിക്കും ആദ്യം ഇട്ട് തുടങ്ങുന്നത്. ഷോർട്സ് ഡെയിലി ഇട്ട് തുടങ്ങുമ്പോൾ നമ്മളുടെ സബ്സ്ക്രൈബർ കൂടുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യം 1000 സബ്സ്ക്രൈബർ കൂടിക്കഴിഞ്ഞാൽ പിന്നെ മോണിറ്റേഷൻ കിട്ടും എന്നുള്ള ചിന്ത ചിലർ കാണും. പക്ഷെ അങ്ങനെയല്ല ഗൈസ്. അതായത് ഗൈസ്, നമ്മൾ ഡെയിലി ഒരു വീഡിയോ എങ്കിലും അപ്ലോഡ് ചെയ്യണം. അത് 5 സെക്കൻഡോ 6 സെക്കൻഡോ ഉള്ള വീഡിയോ ആയിരിക്കണം. അതിൽ കൂടുതലായാലും വിരോധമില്ല. പിന്നെ അതിൽ കുറയാൻ പാടില്ല. കാരണം 1 മുതൽ 3 വരെ എന്തോ ആണ് ഷോർട്സിലോട്ട് പോകും ആ വീഡിയോ. കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് കേച്ചിങ് ആയിട്ടുള്ള ഒരു ക്യാപ്ഷനോട് കൂടി തന്നെ ഒരു വീഡിയോ വിഷയം എടുത്ത് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ആൾക്കാർ അത് വന്ന് കാണും. അങ്ങനെ കിട്ടുന്ന നമുക്കൊരു വാച്ച് അവർ കിട്ടും. ആ വാച്ച് അവർ നമുക്ക് അതിൽ കൂടെ കൂട്ടാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ഒരു എളുപ്പവഴിയുള്ളത്, അതാണ് ഞാൻ മെയിനായിട്ട് പറയണം എന്ന് ഉദ്ദേശിച്ച് ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യം. കാരണം എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഞാൻ യൂട്യൂബ് തുടങ്ങിയപ്പോൾ മെയിനായിട്ട് തുടങ്ങിയത് ഷോർട്സ് മാത്രം ഇട്ട് തുടങ്ങാം എന്ന് വിചാരിച്ചാണ് യൂട്യൂബ് തുടങ്ങിയത്. അപ്പോൾ ഷോർട്സിലൊന്നും ഒരു കാര്യമില്ല. ഷോർട്സ് ഇടുമ്പോൾ സബ്സ്ക്രൈബർ കൂടും എന്നല്ലാതെ വേറെ ഒരു കാര്യം അതിലില്ല. മെയിനായിട്ട് എളുപ്പ വഴിയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈവ് തുടങ്ങുക. യൂട്യൂബ് തുടങ്ങി ഇപ്പം 1 സബ്സ്ക്രൈബർ 2 സബ്സ്ക്രൈബർ 3 പോട്ടെ 250 ഒക്കെ വരും. ആ വഴി തന്നെ നമ്മൾ ലൈവും കൂടെ തുടങ്ങണം. ലൈവ് തുടങ്ങി നമ്മളൊരു ലൈവുമായിട്ട് അങ്ങ് മുന്നോട്ട് പോകും തോറും എത്ര മണിക്കൂർ നമുക്ക് ഇരിക്കാൻ പറ്റുന്ന അത്രയും മണിക്കൂർ നമ്മൾ ലൈവിൽ തുടരുക. ആ തുടരുമ്പോൾ അതിൽ നിന്ന് എളുപ്പത്തിൽ നമുക്ക് യൂട്യൂബിൽ വാച്ച് അവർ കിട്ടും. ആ വാച്ച് അവർ കൊണ്ടാണ് നമ്മൾ തികയ്ക്കുന്നത്. അപ്പം യൂട്യൂബിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരു വീഡിയോ ഡെയിലി ഇടാൻ ശ്രമിക്കുക. കാരണം 5 മിനിറ്റും 6 മിനിറ്റുള്ള എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് നിങ്ങൾ എന്തെങ്കിലും എന്ന് വെച്ചാൽ നല്ല ക്യാച്ചിങ് ആയിട്ടുള്ള കണ്ടൻറ്റ്, ഉദാഹരണം പാചകം, ടൈലറിങ്, പിന്നെ ഫാഷൻ എന്തെങ്കിലും ഉള്ള കാര്യങ്ങളുണ്ട്, ഫാൻസി, അങ്ങനത്തെ എന്തെങ്കിലും നല്ല നല്ല കണ്ടൻറ്റൊക്കെ നിങ്ങളുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അത് വീഡിയോ ആയിട്ട് ഇടാം. അതൊക്കെ കൂടുതലായിട്ട് പോകുന്ന കാര്യങ്ങളാണ് എന്നാണ് എനിക്ക് അറിയാൻ പറ്റുന്നത്. പിന്നെ ഉള്ളത് ലൈവ് എന്ന് വെച്ചാൽ എല്ലാവരും ലൈവിലൂടെ നമുക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്നും ഇങ്ങനെയാണ് യൂട്യൂബിൻ്റെ കാര്യങ്ങളെന്നും അറിയാത്ത ഒരു കുട്ടി വന്നിരുന്ന്
ഇരുന്നാൽ തന്നെ ആൾക്കാർ വന്നിട്ട് കോൺവെർസേഷൻ രീതിയിൽ അതിങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കാണുന്നവർക്കൊരു ഇൻട്രസ്റ്റിംഗ് വരണം. അങ്ങനത്തെ ഒരു ലൈവാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ എന്നെക്കൊണ്ടത് കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ കൊണ്ടുപോകുന്നുണ്ട്, കുഴപ്പമില്ലാത്ത രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ആ പൊസിഷൻ എത്താൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ഈ അറിവ് നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ എൻ്റെ ഈ അറിവ് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ ഒന്നാമത്തെ കാര്യം ഒന്നും കൂടെ ഞാൻ എടുത്ത് പറയുന്നൊരു കാര്യം, ഷോർട്സ് നമുക്ക് ഡെയിലി 3-4 ഇടാം. പിന്നെ വീഡിയോ ഡെയിലി ഒരെണ്ണം വെച്ച് ഇടുക, ലൈവ് ഡെയിലി കയറുക. ഇത് 3 ചെയ്ത് കഴിഞ്ഞാൽ ഒരു 6 മാസം ഞാൻ അച്ഛനേ ഉള്ളൂ. അതിനുള്ളിൽ തന്നെ നമുക്ക് മോണിറ്റേഷൻ കിട്ടും എന്നൊരു ഉറപ്പ് എനിക്കുണ്ട്. അപ്പോൾ ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് എനിക്കും വേണം, എൻ്റെ സപ്പോർട്ട് നിങ്ങൾക്കും ഉണ്ടാകും. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നോട് പറയുക. അപ്പം ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദിയുണ്ട്. താങ്ക് യു. ബൈ ബൈ. സീ യു.